കോടാനുകോടി രൂപ പിരിച്ച് പറമ്പ് കച്ചവടം. അങ്ങനെ അവരുദ്ദേശിച്ച പണമല്ല ആയപ്പോൾ അതിൻ്റെ പ്രധാന നടത്തിപ്പുകാർ ഭ്രാന്ത് നടിച്ചു. അങ്ങനെ ആ കാശ് കൊടുത്തവരൊക്കെ അവരൊക്കെ ആ വിഷയത്തിൽ പരാജയപ്പെട്ട് കാശ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഒരു നയാ പൈസ പോലും കിട്ടിയില്ല. പിന്നീട് വന്നത് ക്രസന്റ് സിമൻ്റാണ്. നമുക്കറിയാമോ, തമിഴ്നാടുമല്ല കേരളവുമല്ല, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു അയറാഫിൽ രണ്ടിൻ്റെ നിയമങ്ങളെയും വെട്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ക്രസന്റ് സിമന്റ് ഫാക്ടറി. അതിലും ഒരുപാട് കാശി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരിൽ നിന്ന് വന്നു. ഇതാ നിങ്ങളെ പള്ളിക്ക് പ്രത്യേക കൺസൾട്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫാക്ടറി ഉണ്ടാക്കി. കുറച്ചു കാലം കഴിഞ്ഞ് വിചാരിച്ച സംഖ്യ നേടിയപ്പോൾ അത് പൊളിഞ്ഞു. പിന്നീട് വന്ന് ഡെന്റൽ മെഡിക്കൽ കോളേജ്, പല്ല് സുന്നികളുടെ എല്ലാവരുടെയും പല്ല് നന്നാക്കാൻ ഉള്ള ഒരു പരിപാടി, അതും മുങ്ങി. പിന്നെ 92-ൽ കുവൈത്ത് കരാർ വന്നു. അത് പണം പിരിക്കാനുള്ള സംവിധാനം തന്നെയായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് അതിൻ്റെ ഒന്നാമത്തെ കരാർ മുതൽക്ക് അവസാനത്തെ കരാർ വരെ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമല്ലാത്തതാണ്. പിന്നീട് വന്ന് അബ്ദുന്നൂർ പ്രസ്ഥാനം. ഓരോന്ന് കഴിയുമ്പോൾ ജനങ്ങളത് മറക്കുകയാണ്. അങ്ങനെ അബ്ദുന്നൂർ പ്രസ്ഥാനം വന്ന് 1 ലക്ഷം കൊടുത്താൽ 5000 രൂപ റെഡി. അങ്ങനെ ഇഷ്ടം പോലെ പണമായി. ഇപ്പോൾ ഓരോ കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് മൊബൈൽ സംവിധാനമാണ്, പുതിയ കാർഡ്. അങ്ങനെ എത്ര കോടാനുകോടി രൂപ പിരിച്ചു. അവസാനം അവർ വിചാരിച്ച പരിപാടികളൊക്കെ ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കുറച്ച് കള്ളനോട്ടുകളെല്ലാം പോലീസിൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു. നല്ല നോട്ടുമായി അവർ പോയി. ഇപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആള് അബുദാബി ഷെയ്ഖ് സായിദ് പാലസിൽ, രാജാവിൻ്റെ പാലസിൽ അവിടെ സുഖമായി ഫാമിലി ചെയ്ത് ജീവിക്കാൻ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് പാലസിലാകുമ്പോൾ പോലീസോ ഇൻ്റലിജൻസോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂല. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അത് ജനങ്ങൾ ഇങ്ങനെ മറന്നു വരികയാണ്. അപ്പോഴാണ് മുടി. ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ പല രൂപത്തിലും